ഹായ് എവ്രി വൺ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് പാത്വേ ഓഫ് ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന് പറയുന്നത്. സോ ആദ്യമേ നമുക്ക് എന്താണ് ഹീമോസ്റ്റാസിസ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഹീമോസ്റ്റാസിസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ ഒരു പ്രോസസ്സാണ് ഓഫ് സ്റ്റോപ്പിംഗ് ബ്ലീഡിങ്. നമുക്കിപ്പം ഏതെങ്കിലും ഒരു ഇൻറ്റേർണൽ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേർണൽ റീസൺ കാരണം നമുക്ക് നമ്മുടെ ബോഡിയിൽ ഇഞ്ചുറി സംഭവിച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ ഒരുപാട് ബ്ലഡ് നമ്മുടെ ബോഡിയിൽ നിന്ന് ഊസൗട്ടായി പോകല്ലേ, അത് നമുക്ക് ഡേഞ്ചറസ് ആണ്. ഇത് തടയണം. ആ തടയുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഹീമോസ്റ്റാസിസ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ ഹീമോസ്റ്റാസിസിനകത്ത് ഒരുപാട് വേറെ പ്രോസസ്സസ് ഒക്കെ ഉണ്ട്. ലൈക്ക് എന്താണ് ബ്ലഡ് വെസൽ കൺസ്ട്രക്ഷൻസ്. ഓക്കെ, ലൈക്ക് എക്സാമ്പിൾ ബ്ലഡ് വെസൽ കൺസ്ട്രക്ഷൻ. ബ്ലഡ് വെസൽ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ബ്ലഡ് വെസൽ ചുരുങ്ങുക. അപ്പോൾ ചുരുങ്ങുമ്പോഴത്തേക്ക് ബ്ലഡ് പുറത്തോട്ട് ഊസൗട്ട് ചെയ്യുന്ന കുറയും. പിന്നെ അതുപോലെ എന്താണ് പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോം ചെയ്യുക. പ്ലഗ് ഫോം ചെയ്യുമ്പോൾ എന്താണ് ബ്ലഡ് പുറത്തോട്ട് പോവില്ല അല്ലേ. അപ്പം അങ്ങനെ കുറച്ച് പ്രോസസ്സസ് ഹീമോസ്റ്റാസിസിനുള്ളിലുണ്ട്. ഇനിയും ഹീമോസ്റ്റാസിസ് രണ്ട് തരത്തിലുണ്ട്. ഓക്കെ, ഒന്ന് പ്രൈമറി ഹീമോസ്റ്റാസിസ്, ഒന്ന് സെക്കൻഡറി ഹീമോസ്റ്റാസിസ്. പ്രൈമറി ഹീമോസ്റ്റാസിസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ എൻഡിൽ നമുക്കൊരു സോഫ്റ്റ് പ്ലഗ് കിട്ടും. ഓക്കെ, ഒരു സോഫ്റ്റ് പ്ലഗ് ഫോർമേഷനാണ് പ്രൈമറി ഹീമോസ്റ്റാസിസിൽ ഉള്ളത്. അതേസമയം സെക്കൻഡറി ഹീമോസ്റ്റാസിസ്, നമ്മൾ നോക്കാൻ പോകുന്ന സെക്കൻഡറി ഹീമോസ്റ്റാസിസിൽ ഫൈനൽ എന്ന് പറയുന്ന ഒരു ഹാർഡ് ക്ലോട്ടാണ് ഫോം ചെയ്ത് കിട്ടുക. അതിനെ നമ്മൾ ഫൈബ്രിൻ ക്ലോട്ട് എന്ന് വിളിക്കുന്നത്. ഒരു ഫൈബ്രിൻ്റെ മെഷ് ആയിട്ടുള്ള നെറ്റ്വർക്കാണ് അവിടെ ഫോം ചെയ്യുന്നത്. പ്രൈമറി ഹീമോസ്റ്റാസിസ് ഞാൻ വേറൊരു വീഡിയോയിൽ എടുക്കാം. ഇനി നമ്മൾ സെക്കൻഡറി ഹീമോസ്റ്റാസിസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. സെക്കൻഡറി ഹീമോസ്റ്റാസിസിലാണ് നമുക്ക് ആരുള്ളത്, എക്സ്ട്രിൻസിക് ആൻഡ് ഇൻട്രിൻസിക് പാത്വേ ഓഫ് ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന് പറയുന്നത്. ഇനിയും എക്സ്ട്രിൻസിക് പാത്വേ, ഇൻട്രിൻസിക് പാത്വേ, ഇങ്ങനെ പേരുകൾ എങ്ങനെ കിട്ടി? അതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ എക്സ്ട്രിൻസിക് പാത്വേ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഞ്ചുറി എന്ന് പറയുന്നത് എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നായിരിക്കണം. എന്ന് വെച്ചാൽ ഒരു എക്സ്റ്റേണൽ കോസ് കാരണം നമ്മുടെ ബോഡിക്ക് ട്രോമ അല്ലെങ്കിൽ ഇഞ്ചുറി സംഭവിക്കാം. അന്നേരമാണ് എക്സ്ട്രിൻസിക് പാത്വേ അവിടെ ഫോം ചെയ്യുന്നത്. അതേസമയം ഇൻട്രിൻസിക് പാത്വേ എപ്പോഴാണ് ഫോം ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇൻസൈഡ് നമ്മുടെ ബ്ലഡ് വെസൽ തന്നെ, ഓക്കെ, ഇൻസൈഡ് ബ്ലഡ് അല്ലെങ്കിൽ ബ്ലഡ് വെസലിൽ തന്നെ എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ ലൈക്ക് കൊളാജൻ എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുക, അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമ്പോഴാണ് ഇൻട്രിൻസിക് പാത്വേ അവിടെ ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. എക്സ്ട്രിൻസിക് പാത്വേ എക്സ്റ്റേണലാണ്, ഫാസ്റ്റ് റെസ്പോൺസ് ആണ്. ഇൻട്രിൻസിക് പാത്വേ സ്ലോ ആണ്. ഓക്കെ, കുറച്ച് സ്ലോ ആണ്. ഇതാണ് എക്സ്ട്രിൻസിക് ആൻഡ് ഇൻട്രിൻസിക് പാത്വേനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ നമ്മൾ സെക്കൻഡറി ഹീമോസ്റ്റാസിസിൽ മെയിനായിട്ട് മേജർ റോൾ പ്ലേ ചെയ്യുന്ന ആൾക്കാരാണ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ കൊയാഗുലേഷൻ ഫാക്ടേഴ്സ്. നമുക്ക് കൊയാഗുലേഷൻ ചെയ്ത് നമുക്ക് ലാസ്റ്റ് ഒരു ഫൈബ്രിൻ, ഒരു ഹാർഡ് ക്ലോട്ട് കിട്ടണമല്ലേ. അപ്പോൾ അതിന് സഹായിക്കുന്ന ആൾക്കാരാണ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ടോട്ടലി 12 ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, 12 ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. ക്ലോട്ടിംഗ് ഫാക്ടർ 1 മുതൽ ക്ലോട്ടിംഗ് ഫാക്ടർ 13 വരെ. പക്ഷെ ഇവിടെ 13 ആണല്ലോ നമ്പർ. അത് ക്ലോട്ടിംഗ് ഫാക്ടർ 5 കഴിഞ്ഞാൽ ക്ലോട്ടിംഗ് ഫാക്ടർ 7 ആണ്, 6 ഇല്ല. ആക്ടിവേറ്റഡ് ക്ലോട്ടിംഗ് ഫാക്ടർ നമ്പർ 5നെയാണ് നമ്മൾ ക്ലോട്ടിംഗ് ഫാക്ടർ 6 ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ജനറലി അങ്ങനെ പറയാറില്ല. അതിൻ്റെ പേര് ആക്സിലറിൻ എന്നാണ്. ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ, ആക്സിലറിൻ. ഓക്കെ, സോ നമുക്ക് ടോട്ടൽ 12 ക്ലോട്ടിംഗ് ഫാക്ടേഴ്സാണുള്ളത്. ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും പേരും ഫങ്ഷനും മസ്റ്റായിട്ടും പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, ഇപ്പം 15 മാർക്സിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിൻ്റെ പേര് നമ്മൾ എഴുതിയേ പറ്റും. ക്ലോട്ടിംഗ് ഫാക്ടർ നമ്പർ 1 ഫൈബ്രിനോജൻ, നമ്പർ 2 ത്രോംബിൻ, നമ്പർ 3 ടിഷ്യൂ ഫാക്ടർ അല്ലെ ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് നമ്മൾ വിളിക്കും. നമ്പർ 4 എന്ന് പറയുന്നത് കാൽഷ്യം അയോൺസ് തന്നെയാണ്. ഓക്കെ, നമ്പർ 5 എന്ന് പറയുന്നത് ലബൈൽ ഫാക്ടർ, 7 സ്റ്റേബിൾ ഫാക്ടർ, 8 ആൻറ്റി ഹീമോഫിലിക് ഫാക്ടർ എ, 9 എന്ന് പറയുന്ന ആൻറ്റി ഹീമോഫിലിക് ഫാക്ടർ ബി. ഇതിലേതോ ഒരെണ്ണത്തിനെ നമ്മൾ ക്രിസ്മസ് ഫാക്ടർ എന്ന് വിളിക്കും കേട്ടോ. അതേതാന്ന് ഞാൻ പറയാം. പിന്നെ ഫാക്ടർ നമ്പർ 10 നമ്മൾ സ്റ്റുവാർട്ട് പ്രോവർ ഫാക്ടർ എന്ന് വിളിക്കും. നമ്പർ 11 പ്ലാസ്മ ത്രോംബോപ്ലാസ്റ്റിൻ ആൻറ്റിസിഡ് എന്ന് വിളിക്കും. നമ്പർ 12 ഹേഗ്മൻ ഫാക്ടർ. ആൻഡ് ഫൈനലി നമ്പർ 13 ഫൈബ്രിൻ സ്റ്റെബിലൈസിങ് ഫാക്ടർ എന്ന് നമ്മൾ വിളിക്കും. എല്ലാത്തിൻ്റെയും പേര് മസ്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ,
ഇനിയും നമ്മൾ ഈ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലോട്ടിംഗ് ഫാക്ടർ 3 അതുപോലെ ക്ലോട്ടിംഗ് ഫാക്ടർ 8, ഓക്കെ, 8 എൻഡോത്തീലിയൽ സെൽസിൽ നിന്നാണ് ഡെവലപ്പ് ആവുന്നത്. ഓക്കെ, ഇനി ക്ലോട്ടിംഗ് ഫാക്ടർ 1, 2, 5, 7, 9, 10, 11 ആൻഡ് 13 എന്ന് പറയുന്ന ഹെപ്പാറ്റോസൈറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹെപ്പാറ്റോസൈറ്റ്സ് ലിവർ സെൽസ് ആണ്. ഓക്കെ, ലിവർ സെൽസ് വഴിയാണ് പ്രൊഡ്യൂസ് ആവുന്നത്. ക്ലോട്ടിംഗ് ഫാക്ടർ നമ്പർ 4 എന്ന് പറയുന്ന ആരാണ്? കാൽഷ്യം അയോൺസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവർ പ്ലാസ്മ ഇൻ ഫ്രീ ഫോം പ്ലാസ്മയിൽ കാണപ്പെടുന്നു. ആൻഡ് ക്ലോട്ടിംഗ് ഫാക്ടർ നമ്പർ 12 എന്ന് പറയുന്നത് എന്താണ്? ക്രോമസോം നമ്പർ 5-ലെ F12 ജീൻ വഴി പ്രൊഡ്യൂസ് ആവുന്നതാണ് കേട്ടോ. അതാണ് എൻകോഡ് ചെയ്യുന്നത് ക്ലോട്ടിംഗ് ഫാക്ടർ നമ്പർ 12, അതായത് ഹേക്ക്മാൻ ഫാക്ടർ. ഇനിയും എക്സ്ട്രിൻസിക് പാത്വേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദേ ആർ ഫാസ്റ്റ് ആൻഡ് ആക്ടിവേറ്റഡ് ബൈ എക്സ്റ്റേണൽ ട്രോമ. ഇൻട്രിൻസിക് പാത്വേ എന്ന് പറയുന്നത് സ്ലോവർ ആയിരിക്കും ആൻഡ് ആക്ടിവേറ്റഡ് ബൈ ഇന്റേണൽ വെസൽ ഡാമേജ്. ബ്ലഡ് വെസലിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഡാമേജ് കാരണമാണ് എന്ത് ഇൻട്രിൻസിക് പാത്വേ പ്രൊഡ്യൂസ് ആവുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഇനി നമുക്ക് എക്സ്ട്രിൻസിക് പാത്വേ അതുപോലെ ഇൻട്രിൻസിക് പാത്വേ ഓഫ് ബ്ലഡ് ക്ലോട്ടിങ് എന്താണെന്ന് നോക്കാം. ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ എക്സ്ട്രിൻസിക് പാത്വേയും ഇൻട്രിൻസിക് പാത്വേയും അതിൻ്റെ ഒരു പാത്വേ ഫോളോ ചെയ്ത് ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് രണ്ടുപേർക്ക് സെയിം സ്റ്റെപ്പായിരിക്കും. ഓക്കെ, എന്നിട്ടായിരിക്കും ക്ലോട്ട് ഫോം ചെയ്യുന്നത്. ഈ സെയിം സ്റ്റെപ്പിനെ നമ്മൾ കോമൺ പാത്വേ എന്ന് വിളിക്കും. CP കോമൺ പാത്വേ നമ്മൾ വിളിക്കും. അതേതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ നമുക്ക് ഫസ്റ്റ് എക്സ്ട്രിൻസിക് പാത്വേയിലോട്ട് ഫോക്കസ് ചെയ്യാം. എക്സ്ട്രിൻസിക് പാത്വേ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡാമേജ് അത് എക്സ്റ്റേണൽ ഡാമേജ് ആയിരിക്കും സംഭവിക്കുന്നത്. എക്സ്റ്റേണൽ ഡാമേജ് സംഭവിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എൻഡോത്തീലിയൽ സെല്ല് ആരെ പ്രൊഡ്യൂസ് ചെയ്യും? ക്ലോട്ടിംഗ് ഫാക്ടർ നമ്പർ 3-നെ പ്രൊഡ്യൂസ് ചെയ്യും. അതാരാണ്? ടിഷ്യൂ ഫാക്ടർ. ഓക്കെ, ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ. അപ്പം ടിഷ്യൂ ഫാക്ടറിനെ ആര് പ്രൊഡ്യൂസ് ചെയ്യും? എൻഡോത്തീലിയൽ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ക്ലോട്ടിംഗ് ഫാക്ടർ നമ്പർ 3 അതിൻ്റെ റോൾ എന്താണെന്ന് വെച്ചാൽ ഇത് ചെന്ന് ക്ലോട്ടിംഗ് ഫാക്ടർ നമ്പർ 7-നെ ആക്ടിവേറ്റ് ചെയ്യും. ഓക്കെ, 3 ചെന്ന് 7-നെ ആക്ടിവേറ്റ് ചെയ്യും. അപ്പോൾ 7 അവിടെ ആക്റ്റീവ് ആയതുകൊണ്ടാണ് A ഒരു ബ്രാക്കറ്റിനകത്ത് ഇങ്ങനെ കൊടുത്തേക്കുന്നത്. 7-നെ ആക്ടിവേറ്റ് ചെയ്യും. നെക്സ്റ്റ് ഈ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ക്ലോട്ടിംഗ് ഫാക്ടർ നമ്പർ 7-ഉം 3-യും അതുപോലെ കാൽഷ്യം അയോൺസും. ഓക്കെ, 7 ഉണ്ട്, 3 ഉണ്ട്, കാൽഷ്യം അയോൺ ഉണ്ട്. കാൽഷ്യം അയോൺ ഏത് ക്ലോട്ടിംഗ് ഫാക്ടറാണ്? CF4. അപ്പം എന്താണ്? ആക്ടിവേറ്റഡ് 7 അതുപോലെ 3 അതുപോലെ കാൽഷ്യം അയോൺസ് കൂടെ ചെന്നിട്ട് ക്ലോട്ടിംഗ് ഫാക്ടർ നമ്പർ 10-നെ ആക്ടിവേറ്റ് ചെയ്യും. ഓക്കെ, 10-നെ ആക്ടിവേറ്റ് ചെയ്യും. ഒന്നുകൂടെ നമുക്ക് സ്റ്റെപ്പ് നോക്കാം. 3 ചെന്ന് 7-നെ ആക്ടിവേറ്റ് ചെയ്തു. 7-ഉം 3-യും കാൽഷ്യം കൂടെ ചേർന്ന് 10-നെ ആക്ടിവേറ്റ് ചെയ്തു. നെക്സ്റ്റ് ഈ 10 ചെന്നിട്ട് ആരെ ആക്ടിവേറ്റ് ചെയ്യും? 2-നെ ആക്ടിവേറ്റ് ചെയ്യും. ക്ലോട്ടിംഗ് ഫാക്ടർ നമ്പർ 2-നെ ആക്ടിവേറ്റ് ചെയ്യും. പക്ഷേ ഇവിടെ 10-നെ സഹായിക്കാൻ കുറച്ച് ആൾക്കാരുണ്ട്. അതായത് ക്ലോട്ടിംഗ് ഫാക്ടർ നമ്പർ 5. ഓക്കെ, ഈ ക്ലോട്ടിംഗ് ഫാക്ടർ നമ്പർ 5 എന്ന് പറയുന്നത് വെറുതെ ഇങ്ങനെ കിടക്കുകയാണ് നമ്മുടെ ബ്ലഡിൽ. അപ്പോൾ അതിനെ ത്രോംബിൻ ചെന്ന് എന്താണ്? ക്ലോട്ടിംഗ് ഫാക്ടർ നമ്പർ 5 ആക്ടിവേറ്റഡ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, സോ ഈ 10 ക്ലോട്ടിംഗ് ഫാക്ടർ നമ്പർ 10 എന്ന് പറയുന്ന 5 അതുപോലെ കാൽഷ്യം അയോൺസിൻ്റെ സഹായത്തോടെയാണ് ആരെ ആക്ടിവേറ്റ് ചെയ്യുന്നത്? ക്ലോട്ടിംഗ് ഫാക്ടർ നമ്പർ 2-നെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ക്ലോട്ടിംഗ് ഫാക്ടർ നമ്പർ 2 എന്താണ്? പ്രോത്രോംബിൻ. അതിൻ്റെ ആക്ടിവേറ്റഡ് ഫോം എന്താണ്? ത്രോംബിൻ. ഇതിനെ ആക്റ്റീവ് ചെയ്യുന്നത്. ഇനി ത്രോംബിന് 2 ജോലിയുണ്ട്. ഓക്കെ, 2 പണിയാണുള്ളത്. 2 പേരെ അത് ആക്റ്റീവ് ചെയ്യും. ഒന്ന് ക്ലോട്ടിംഗ് ഫാക്ടർ നമ്പർ 13, ഒന്ന് ക്ലോട്ടിംഗ് ഫാക്ടർ നമ്പർ 1. ഓക്കെ, ക്ലോട്ടിംഗ് ഫാക്ടർ നമ്പർ 13-നെ ത്രോംബിൻ ആരാക്കി മാറ്റും? ആക്റ്റീവ് ഫോം ആക്കി മാറ്റും. അതുപോലെ ക്ലോട്ടിംഗ് ഫാക്ടർ നമ്പർ 2 ക്ലോട്ടിംഗ് ഫാക്ടർ നമ്പർ 1-നെയും അതിൻ്റെ ആക്റ്റീവ് ഫോം ആക്കി മാറ്റും. നമ്പർ 13 ആരാണ്? ഫൈബ്രിൻ സ്റ്റെബിലൈസിങ് ഫാക്ടർ. അതിൻ്റെ ആക്ടിവേറ്റഡ് ഫോമിലോട്ട് വന്നു. ക്ലോട്ടിംഗ് ഫാക്ടർ നമ്പർ 1 ആരാണ്? ഫൈബ്രിനോജനിനെ ഫൈബ്രിനാക്കി മാറ്റി. അപ്പം നമ്മൾ പ്രത്യേകം നോക്കുക, നമ്പർ 13 എന്താണ്? ഫൈബ്രിൻ സ്റ്റെബിലൈസിങ് ഫാക്ടർ. ഈ നമ്പർ 13 എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇത് ഈ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ക്ലോട്ടിംഗ് ഫാക്ടർ നമ്പർ 1 അതായത് ഫൈബ്രിനിൽ ചെന്ന് ആക്ട് ചെയ്യും. അപ്പം എന്താണ്? പേരിൽ കാണുന്ന പോലെ തന്നെ ഫൈബ്രിൻ സ്റ്റെബിലൈസിങ് ഫാക്ടർ. എന്നിട്ട് അതിനെ ചെന്നിട്ട് എന്താണ്? സ്റ്റെബിലൈസ് ചെയ്യും. അപ്പം നമുക്കൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ക്ലോട്ട് അവിടെ കിട്ടും. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ എക്സ്റ്റേണൽ പാത്വേ എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം. അതായത്
ആദ്യം നമുക്കൊരു ഡാമേജ് സംഭവിച്ചു. ഡാമേജ് സംഭവിക്കുമ്പോൾ എൻഡോത്തീലിയൽ സെല്ല് ക്ലോട്ടിംഗ് ഫാക്ടർ നമ്പർ 3 പ്രൊഡ്യൂസ് ചെയ്യും. അത് ചെന്ന് 7 ആക്ടിവേറ്റ് ആക്കും. 7ഉം 3ഉം 4 ചേർന്നിട്ട് ആരാണ് ക്ലോട്ടിംഗ് ഫാക്ടർ നമ്പർ 10 ആക്റ്റീവ് ആക്കും. 10 5ൻ്റെയും അതുപോലെ കാൽഷ്യം അയൺസിൻ്റെ പ്രസൻസിൽ 2 ആക്ടിവേറ്റ് ആക്കും. ഈ 2 എന്ന് പറയുന്ന 2 പേരെ ആക്റ്റീവ് ആക്കും. ആരൊക്കെ? ക്ലോട്ടിംഗ് ഫാക്ടർ നമ്പർ 13 അതുപോലെ നമ്പർ 1. അപ്പം നമുക്ക് ആക്ടിവേറ്റ് ആക്കി ആരെയൊക്കെ കിട്ടും? നമുക്ക് ഫൈബ്രിൻ സ്റ്റെബിലൈസിങ് ഫാക്ടറിനെയും കിട്ടും. ഫൈബ്രിനോജൻ ആരായിട്ട് മാറും? ഫൈബ്രിനായിട്ട് മാറും. ഈ നമ്പർ 13 ചെന്നിട്ട് എന്ത് ചെയ്യും? ഫൈബ്രിനിലോട്ട് ആക്ട് ചെയ്യും. ആക്ട് ചെയ്തിട്ട് നമുക്ക് അവിടെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ക്ലോട്ട് കിട്ടും. ഇതാണ് എക്സ്ട്രിൻസിക് പാത്വേ ഓഫ് ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഭയങ്കര സിമ്പിളാണ്. നെക്സ്റ്റ് ആണ് ഇൻട്രിൻസിക് പാത്വേ. ഓക്കെ, എക്സ്ട്രിൻസിക് പാത്വേ അത്യാവശ്യം മനസ്സിലാക്കി എന്ന് ഉറപ്പാവുമ്പോൾ നിങ്ങൾ ഇൻട്രിൻസിക് പാത്വേയിലോട്ട് നോക്കാനായിട്ട് വരിക. ഓക്കെ, അതുവരെ നിങ്ങൾക്ക് വേണേൽ വീഡിയോ പോസ് ചെയ്യാം. ഇനിയും നെക്സ്റ്റ് ഇൻട്രിൻസിക് പാത്വേ ആണ്. ഇൻട്രിൻസിക് പാത്വേ എപ്പോഴാണ് സംഭവിക്കുന്നത്? ഒരു ഇൻറ്റേർണൽ ഇഞ്ചുറി വരുമ്പോൾ, അല്ലേ, ഒരു ഇൻറ്റേർണൽ ഡാമേജ് വരുമ്പോൾ. ഓക്കെ, ഫോർ എക്സാമ്പിൾ കൊളാജനാണ് ഡാമേജ് സംഭവിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ഇവരാരെ ചെന്ന് ആക്റ്റീവ് ആക്കും? ഇവിടെ ആക്റ്റീവ് ആക്കുന്നത് ഈ കൊളാജൻ ചെന്നിട്ട് ക്ലോട്ടിംഗ് ഫാക്ടർ നമ്പർ 12 അങ്ങ് ആക്റ്റീവ് ആക്കും. ഓക്കെ, മറ്റിടത്ത് ആരായിരുന്നു? ഫസ്റ്റ് 3 പ്രൊഡ്യൂസ് ചെയ്യും, അത് ചെന്ന് 7 ആക്റ്റീവ് ആക്കുമായിരുന്നു. ഇവിടെ എന്താണ്? നേരെ കൊളാജൻ ചെന്നിട്ട് 12 ക്ലോട്ടിംഗ് ഫാക്ടർ നമ്പർ 12 അതിൻ്റെ ആക്റ്റീവ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ 12ഉം അതുപോലെ ക്ലോട്ടിംഗ് ഫാക്ടർ നമ്പർ 7, ഓക്കെ, എക്സ്റ്റേണൽ പാത്വേയിൽ ഒരു ക്ലോട്ടിംഗ് ഫാക്ടർ നമ്പർ 7 ഉണ്ടല്ലോ. ഈ ക്ലോട്ടിംഗ് ഫാക്ടർ നമ്പർ 7 ചെന്നിട്ടാണ് ആരെ ആക്റ്റീവ് ആക്കുന്നത്? ക്ലോട്ടിംഗ് ഫാക്ടർ 11 അതിൻ്റെ ആക്റ്റീവ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അവിടെയും നമുക്ക് ത്രോംബിൻ്റെ ഒരു ഹെൽപ്പ് വേണം. മനസ്സിലായി? ഒന്നുകൂടെ ഞാൻ പറയാം. കൊളാജൻ ചെന്നിട്ട് ക്ലോട്ടിംഗ് ഫാക്ടർ നമ്പർ 12 അതിൻ്റെ ആക്റ്റീവ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തു. 12ഉം അതുപോലെ ക്ലോട്ടിംഗ് ഫാക്ടർ നമ്പർ 7ഉം കൂടെ ചേർന്നിട്ട് ആരെ ആക്റ്റീവ് ആക്കും? ക്ലോട്ടിംഗ് ഫാക്ടർ നമ്പർ 11 ആക്റ്റീവ് ആക്കും. ഇവിടെ ത്രോംബിനും കാണും, അത് ഓർത്ത് വയ്ക്കുക. ത്രോംബിൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചിലയിടത്ത് കാണാറുണ്ട് കേട്ടോ, അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് ക്ലോട്ടിംഗ് ഫാക്ടർ 11 ചെന്നിട്ട് ആരെ ആക്റ്റീവ് ആക്കും? ക്ലോട്ടിംഗ് ഫാക്ടർ നമ്പർ 9 ആക്റ്റീവ് ആക്കും. ഓക്കെ, 9 അതിൻ്റെ ആക്റ്റീവ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യും. ആൻഡ് ഈ ക്ലോട്ടിംഗ് ഫാക്ടർ 9 എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതാണ് ചെന്നിട്ട് 10 ആക്റ്റീവ് ആക്കുന്നത്. മനസ്സിലായി? ക്ലോട്ടിംഗ് ഫാക്ടർ 9 ആരെ ആക്റ്റീവ് ആക്കും? 10 കണ്ടോ, 10 ആക്റ്റീവ് ആക്കും. പക്ഷേ 9 ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ ആരാണ്? ഏറ്റവും കൂടെ കാണും. മനസ്സിലായി? ത്രോംബിൻ ആണ് അവിടെ, നമുക്ക് ത്രോംബിനും അവിടെ കൂടെ കാണും. ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് 12 അതിൻ്റെ ആക്റ്റീവ് ഫോമിലോട്ടായി. 12 ആരെ ആക്റ്റീവ് ആക്കി? 11 ആക്റ്റീവ് ആക്കി വിത്ത് ദ ഹെൽപ്പ് ഓഫ് 7 ആൻഡ് ത്രോംബിൻ. നെക്സ്റ്റ് 11 ചെന്നിട്ട് ആരെ ആക്റ്റീവ് ആക്കി? നമ്മൾ ഇവിടെ കണ്ട് 12, ഇവിടെ കണ്ട് 11, അപ്പം നമ്മൾ 10 ആണെന്ന് വിചാരിക്കും. അല്ലല്ല, 9 ആക്റ്റീവ് ആക്കും. ഓക്കെ, ഈ 9 ചെന്നിട്ടാണ് ആരെ ആക്റ്റീവ് ആക്കുന്നത്? 10 ആക്റ്റീവ് ആക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 8 ഉണ്ട്, 8ഉം കൂടെ കാണും. ത്രോംബിനും ഇവിടെ കൂടെ കാണും, കാൽഷ്യം അയൺസും കാണും. മനസ്സിലായോ? ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10 നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ 10 ചെന്നിട്ട് നമ്മുടെ മറ്റേ കോമൺ പാത്വേ ഇവിടാണ് കോമൺ പാത്വേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് 10 ചെന്നിട്ട് ക്ലോട്ടിംഗ് ഫാക്ടർ നമ്പർ 2 ആക്റ്റീവ് ആക്കും. മനസ്സിലായോ? എന്നിട്ട് ഈ ക്ലോട്ടിംഗ് ഫാക്ടർ നമ്പർ 2 ചെന്നിട്ട് 13 1 ആക്റ്റീവ് ആക്കും. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്തു പോയി നമുക്ക് അവിടെ സ്റ്റേബിൾ ക്ലോട്ട് ഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇതാണ് ഇൻട്രിൻസിക് പാത്വേ അതുപോലെ എക്സ്ട്രിൻസിക് പാത്വേ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഈ ഒരു ക്ലോട്ടിംഗ് ഫാക്ടർ നമ്പർ 10 കഴിയുന്ന മുതലുള്ള സ്റ്റെപ്പാണ് എന്തെന്ന് പറയുന്നത് നമുക്ക് ഒരു കോമൺ പാത്വേ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലാൻ ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ പോസ് ചെയ്യുക, ഈ പാത്വേ നിങ്ങൾ വരച്ചെടുക്കുക ആൻഡ് നിങ്ങൾ തന്നെ ഒരു 2-3 ടൈംസ് ഇതിൽ വായിച്ച് നോക്കുക. അപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പിന്നെ ഇതിൻ്റെ ഷോർട്ട് കട്ട്സ് ആൻഡ് വേസ് ഒന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ സ്വന്തമായിട്ടൊരു ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുക. കുറച്ചുകൂടെ അപ്പം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.